നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം അനിസ്ലാമികമായ മന്ത്രങ്ങളും ഉറുക്കുകളും തിവലത്തും ശിർക്കാകുന്നു എന്ന് നബിതങ്ങളുടെ ഹദീസിൽ കാണാം. അനിസ്ലാമികമായ മന്ത്രങ്ങൾ പാടില്ലാത്തതാണ്. അനിസ്ലാമികമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിട്ടുള്ള ഏലസുകളും ഉറുക്കുകളും അതും പാടില്ലാത്തതാണ്. അക്കൂട്ടത്തിൽ നബിതങ്ങൾ പറഞ്ഞതാണ് തിവലത്ത്. തിവലത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന് ചെയ്യുന്ന സിഹറാണ്. സാധാരണ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം, കൂടുതലും സ്ത്രീകളാണ്. അതുപോലെ പുരുഷന്മാരുമുണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ സ്വാഭാവികമായ ഇണക്കങ്ങളും പിണക്കങ്ങളും സംഭവിക്കാം. ഒരു പക്ഷേ അത് സിഹർ കാരണമായും സംഭവിക്കാം. പക്ഷേ ഭർത്താവിന് തന്നോട് സ്നേഹം കുറേ നാളായി കുറഞ്ഞു പോകുന്നു എന്ന കാരണത്താൽ ഭാര്യ ദുരുദ്ദേശമൊന്നുമില്ലാതെ ഭാര്യ ചിന്തിക്കുന്നത് ഭർത്താവിന് എന്തോ പറ്റിപ്പോയി, കൈവിഷമായിപ്പോയി, അല്ലെങ്കിൽ സിഹർ ബാധിച്ചു എന്ന അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ അതൊരു സാധാരണ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു വിട്ടുനിൽക്കലായിരിക്കാം. ഭാര്യ ചിന്തിക്കുന്നത് ഭർത്താവ് തന്നോട് അടുപ്പം കാണിക്കുന്നില്ല, അതെന്തോ സിഹർ ബാധിച്ചത് കൊണ്ടിട്ടാകാം എന്ന ചിന്തയിൽ ഭാര്യ ആരെയെങ്കിലും സമീപിക്കുന്നു. ആരെയെങ്കിലും എന്ന് പറയാനുള്ള കാരണം, എമ്പാടും മന്ത്രം ചെയ്യുന്നവരുണ്ട്. അതിൽ ഇസ്ലാമിക നാമധാരികൾ തന്നെയുണ്ട്. എന്ത് ചെയ്യുന്നു എന്നതിൽ പോലും യാതൊരു ധാരണയുമില്ലാതെ പച്ചയായ ശിർക്കൻ മന്ത്രങ്ങളും അതുപോലെ ആഭിചാരക്രിയകളുമൊക്കെ ചെയ്യുന്ന, കാണുമ്പോൾ വേഷഭൂഷാദികൾ ഒരു ഉസ്താദിനെ പോലെയൊക്കെ തോന്നിയേക്കാം, അങ്ങനെയുള്ളവർ വരെ ധാരാളമായിട്ടുള്ള കാലമാണ്. അത്തരത്തിലുള്ളവരെ സമീപിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഈ ഭർത്താവിന് എന്താണ് പ്രശ്നം, എന്താണ് വിഷയം എന്ന് നോക്കിയിട്ടല്ല, ഭർത്താവ് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിട്ടുനിൽക്കുന്നത് എന്ന് നോക്കിയിട്ടും അല്ല. ഈ ഭർത്താവിനെ പെണ്ണിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പച്ചയായിട്ടുള്ള സിഹറായിരിക്കും ഒരു പക്ഷേ ചെയ്യുക. എല്ലാവരുടെയും കാര്യമല്ല. എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് തിവലത്ത് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. കിതാബുകളിൽ തിവലത്ത് എന്നതിനെ വിശദീകരിക്കുമ്പോൾ, സ്നേഹം ലഭിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താവിനെതിരെ ചെയ്യുന്ന ക്ഷുദ്രകർമ്മമെന്ന. യഥാർത്ഥത്തിൽ ഈ പെണ്ണ് പോകുമ്പോൾ, ഈ സ്ത്രീ പോകുമ്പോൾ അവൾ വിചാരിച്ചില്ല തൻ്റെ ഭർത്താവിന് സിഹർ ചെയ്യാനാണ് എന്ന്. ഇപ്പോൾ വിട്ടുനിൽക്കുന്നത് ഒന്ന് അടുപ്പിക്കണം എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഭർത്താവിന് എന്തോ ബാധിച്ചുപോയി, എന്തോ കൈവിഷമോ എന്തോ സിഹറോ ബാധിച്ചുപോയി, അതൊന്ന് മാറ്റണം, മാറ്റുമ്പോൾ സ്വാഭാവികമായും സ്നേഹം ഒന്ന് ചേരും എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷേ അത് നേരെ വിപരീതമായാണ് സംഭവിക്കുക. ഈ ചെല്ലുന്നയാൾ നല്ലയാളല്ലെങ്കിൽ, നമ്മൾ ചെല്ലുന്നയാൾ നല്ലയാളല്ലെങ്കിൽ അവർ തിവലത്ത് എന്ന് പറയുന്ന ആ സിഹർ ചെയ്യാൻ സാധ്യത ഏറെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ സിഹറിൻ്റെ ആ ഒരു ഫലത്താൽ ഭർത്താവ് നേരെയാവും. പൈശാചികമായ പ്രവർത്തനങ്ങളിലൂടെ ഭർത്താവ് പഴയതിനേക്കാൾ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങും. ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കാത്ത അവസ്ഥയാവും. അതുപോലെ തന്നെയാണ് തിരിച്ചു സംഭവിക്കുക വളരെ വിരളമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ലാതെ വരുമ്പോൾ ഭർത്താക്കന്മാരും പലരെയും സമീപിക്കാറുണ്ട്. എന്നാലും അത് തുലവും തുച്ഛമാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് നല്ലതല്ലേ, എന്തായാലും സ്നേഹമുണ്ടായല്ലോ എന്നിങ്ങനെ കരുതും. പക്ഷെ അങ്ങനെയല്ല. കാരണം ഈ ഒരു സ്നേഹം ഇത് യാദൃച്ഛികമായി സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ല. ഇത് കൃത്രിമമായ സ്നേഹമാണ്. കൃത്രിമമായി പൈശാചികമായ തോന്നിപ്പിക്കലിലൂടെ, പൈശാചികമായ പ്രവർത്തനങ്ങളിലൂടെ വന്നു ചേർന്ന സ്നേഹമാണ്. ഇതിന് എത്ര ആയുസ്സുണ്ടാവും എന്ന് പറയാൻ പറ്റൂല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ പിശാച് ഇയാളിൽ നിലകൊള്ളുന്ന കാലത്തോളം
മാനസികമായും ശാരീരികമായും കാലക്രമേണ പ്രയാസങ്ങളുണ്ടാവും. പലവിധമായ അസുഖങ്ങൾക്കും ബലക്ഷയത്തിനും മറ്റും കാരണമായി തീരും. ഒരുപാട് നാളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഏതൊരു സെഹറിനും ഏതൊരു ആഭിചാര ക്രിയയ്ക്കും അതിൻ്റേതായ ഒരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ ഏകദേശം അത് സ്വയമേവ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ചിലത് മാത്രം ഉറഞ്ഞിങ്ങനെ കിടക്കും. അധികം സെഹറുകളും ചില കാലങ്ങൾ കഴിയുമ്പോൾ സ്വയം മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുന്നില്ല എന്നൊരാളെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ സ്നേഹം ലഭിക്കുന്നില്ല എന്ന് കരുതി ഒരാളെ സമീപിക്കുമ്പോൾ, നല്ല അറിവുള്ള പണ്ഡിതനായ ഇൽമുള്ള ഉസ്താദന്മാർ ആണെങ്കിൽ അവർ എന്താണ് കാരണം എന്ന് അന്വേഷിക്കുകയും അതിനുവേണ്ടിയുള്ള ഖുർആനികമായ ആയത്തുകൾ കൊണ്ടും അദ്കാറുകൾ കൊണ്ടും അസ്മാഉകൾ കൊണ്ടും ചികിത്സിക്കുമ്പോൾ ഒരു പക്ഷേ അയാൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ആണെങ്കിൽ അത് സ്വയമേ അത് മാറിപ്പോവുകയും പഴയ രീതിയിൽ ജീവിതം തുടരുകയും ചെയ്യും. അതല്ല വല്ല കൈവിഷമോ അല്ലെങ്കിൽ സിഹർ മുഖേനയോ മറ്റോ എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണമാണ് സ്നേഹം ഇല്ലാതെ നിൽക്കുന്നത് എങ്കിൽ അതും മാറിപ്പോകും. പക്ഷേ അവർ അത് മാറ്റിവിടുകയാണ് ചെയ്യുന്നത്, പ്രയാസം. പക്ഷേ ഇവർ ചെയ്യുന്നത് തിവലത്ത് എന്ന് പറയുന്ന സിഹറാണ്. മഹബത്തുണ്ടാക്കുക എന്ന ഒരു സിഹറാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാത്രമല്ല, ഇത് സ്വാഭാവികമായും ചെയ്യുന്നത് കച്ചവടക്കാർക്കിടയിൽ, അധികമായും ചെയ്യുന്നത് കച്ചവടക്കാർക്കിടയിൽ, അതുപോലെ ബിസിനസ് സംരംഭങ്ങളിലുള്ളവർ, മേലെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ഇവരോട് പ്രത്യേകം മഹബത്തുണ്ടാകാൻ വേണ്ടി, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് അധികമായും ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടു കിടക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരോടുമായുള്ള സ്നേഹത്തിൽ. അപ്പോൾ എപ്പോഴും ഒരു അല്ലാഹു തആല നൽകിയ ഒരു സ്നേഹം ഉണ്ടാവും. മാനുഷികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അതൊക്കെ മാറിമറിയാം. ചിലപ്പോൾ 2-3 ദിവസം പിണക്കത്തിലായിരിക്കാം, മിണ്ടാട്ടമുണ്ടാവൂല, സ്നേഹം എപ്പോഴും ഒരുപോലെ സ്നേഹമുണ്ടായിക്കൊള്ളണമെന്നില്ല, അതൊക്കെ സ്വാഭാവികമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോകും എന്നതിൽ ഒരു ക്ഷമ ആണിനും പെണ്ണിനും ഉണ്ടാവണം. എന്നാലോ അധികം നാളുകളായിട്ടും ഇത് മാറുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ മാത്രമേ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇയാൾക്ക് എന്തോ ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, സിഹറോ അല്ലെങ്കിൽ കണ്ണേറോ അല്ലെങ്കിൽ മറ്റു ഷർറുകളോ നേരിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായ ആളുകളെ സമീപിക്കുകയോ അല്ലെങ്കിൽ അതിനനുയോജ്യമായ അദ്കാറുകളും ദിക്റുകളും നന്നായി ഓതാൻ അറിയുന്നവരാണെങ്കിൽ സ്വയം ചെയ്തുകൊണ്ട് അത് മാറ്റുവാനോ ശ്രമിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ചെവിയിൽ കേട്ട ഏവരുടെയും അടുക്കലേക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുമല്ലോ എന്ന് കരുതി സ്വന്തം ഭർത്താവിൻ്റെ വിഷയത്തിൽ വരെ പോകുന്നത് സ്വന്തം ഭർത്താവിന് സിഹർ ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും, സ്വന്തം ഭാര്യയ്ക്ക് സിഹർ ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും, സ്വന്തം മക്കൾ വിവാഹം കഴിച്ചയച്ച ആ മക്കൾ ഇപ്പോൾ ഭാര്യയുമായിട്ടാണ് കൂടുതൽ അടുപ്പം എന്നുള്ള നിലയിൽ ഉമ്മമാർ നിഷ്കളങ്കമായിട്ട് വേറൊന്നും ചിന്തിച്ചിട്ടല്ല, അവരും ഇതുപോലെയാണ് ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഭാര്യ മകനെന്തോ കൊടുത്ത് തലയണ മന്ത്രത്താൽ കൈവശത്താക്കിയിരിക്കുന്നു, അതൊന്ന് മാറിക്കിട്ടണം എന്ന അർത്ഥത്തിലാണ് പോകുന്നത്. പക്ഷേ ഈ ചെല്ലപ്പെടുന്നയാൾ, അയാൾ നല്ലയാളല്ലെങ്കിൽ, എന്തും ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്ന ആളാണെങ്കിൽ അയാൾ നേരെ ചെയ്യുന്നത് ഈ ഒരു മാരണമാണ്, മഹബത്തുണ്ടാക്കുക എന്ന മാരണം. അപ്പോൾ സ്വന്തം മകനെതിരെ മാതാവ് മാരണം ചെയ്തു എന്ന ഒരു പാപം കൂടെ പേറേണ്ടി വരും. ഭർത്താവിനെതിരെ ഭാര്യ മാരണം ചെയ്തു എന്ന ഒരു രീതിയിലേക്ക് വരും. ഭാര്യയ്ക്കെതിരെ ഭർത്താവ് മാരണം ചെയ്തു എന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു സാഹചര്യം വളരെ ബുദ്ധിപരമായി ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനിക ആയത്തുകളും അള്ളാഹുവിൻ്റെ അസ്മാഉകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അദ്കാറുകളും അത് ചൊല്ലേണ്ട രൂപത്തിലും ചെയ്യേണ്ട വിധത്തിലും
അതിൻ്റേതായ രീതിയിൽ ഷിർക്കും ഹറാമും വരാത്ത വിധത്തിൽ ചെയ്യുന്ന മന്ത്രങ്ങൾക്ക് മാത്രമേ ഇസ്ലാം അനുമതി നൽകുന്നുള്ളൂ. അതല്ലാത്തതെല്ലാം പലതിലും പൈശാചികമായ സേവ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള പച്ചയായ സിഹറുകളാണ് കലർന്നിരിക്കുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. അതുപോലെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനും പാടില്ല. വൻ പാപങ്ങളിൽപ്പെട്ടതാണ് സിഹർ. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കുടുംബബന്ധം നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.